ഡോക്ടർ പ്രമീള ദേവി സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അംഗം നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ പ്രമീള ദേവി, അല്പസമയം മുമ്പാണ് CPM സംഘം ജനം TV-യുടെ വാർത്താ സംഘത്തെ അതിക്രമിച്ചത്. വഞ്ചിയൂരിലെ വികസനമില്ലായ്മ അല്ലെങ്കിൽ അവിടുത്തെ ഈ മഴക്കെടുതിയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതാവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ പോയ നമ്മുടെ വനിതാ മാധ്യമ പ്രവർത്തകയെ അടക്കമാണ് അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? അല്ല, മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നേരെയാണ്. വെള്ളക്കെട്ട് പരിഹരിക്കുകയും മഴക്കാലത്തുണ്ടാകുന്ന ഇത്തരം ദുരിതങ്ങൾ വേണ്ട സമയത്ത് കൃത്യമായി ശ്രദ്ധിച്ച് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് പകരം അത് ചൂണ്ടിക്കാണിക്കുന്ന ആൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുക എന്നുള്ളത് വളരെ അപലപനീയം എന്നല്ല ലജ്ജാകരമായ ഒരു പ്രവണതയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിൽ മൺസൂൺ ഉണ്ടാവുമെന്നും മഴക്കാലത്ത് വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ഭീഷണി ഓടകൾ വൃത്തിയാക്കാത്തിടത്തോളം അല്ലെങ്കിൽ കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെയുള്ള നഗരം പണിയുന്നത് മൂലം ഉണ്ടാകുമെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ സർക്കാരിന് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ യാതൊരു ശ്രദ്ധയുമില്ല. മറിച്ച് വിദേശ യാത്രകൾ നടത്തുന്നതിനും റൂം ഫോർ റിവറിന്റെ പേരിൽ കോടികൾ തട്ടിക്കുന്നതിനുമാണ് അവർക്ക് താല്പര്യം. ആ വിഷയം റിപ്പോർട്ട് ചെയ്യാനെത്തുന്ന പത്രലേഖകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുക, ഒരു മാധ്യമ പ്രവർത്തകയെ ബോഡി ഷെയ്മിങ് നടത്തുക, ഇവരൊക്കെയാണല്ലോ വനിതാ മതിൽ നിർമ്മിച്ച് വനിതാ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതെന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട്. ഒരു മാധ്യമ പ്രവർത്തക അവരുടെ ധർമ്മം നിർവഹിക്കാൻ എത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ അവരുടെ തന്നെയാണ് ഏറ്റവും പ്രസക്തമാകുന്ന ഒരു ചോദ്യം. ഈ സ്ത്രീ സുരക്ഷ പറഞ്ഞ അധികാരത്തിലെത്തിയവർക്കിടെ ഈ ഒരു ഭരണത്തിൽ സ്ത്രീകൾ ഒരു തരത്തിലും സുരക്ഷിതരല്ല. അത് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടും കേട്ടും അറിയുകയാണ്. ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് പോലും സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അല്ലേ? CPM പ്രവർത്തകർ തന്നെ അതിനെ ആ അതിക്രമത്തിന് കൂട്ടുനിൽക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വിരോധാഭാസകരമായ കാര്യമല്ലേ? നമ്മുടെ ഒരു നേതാവ് വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു പിതൃസഹജമായ വാത്സല്യത്തോടെ ഒരു മാധ്യമ പ്രവർത്തകയുടെ തോളിൽ തട്ടുമ്പോൾ അതെന്തോ ഭീകരമായ അശ്ലീലമാണെന്ന മട്ടിൽ കുരച്ചു ചാടിയ ആളുകളൊക്കെയാണ് മാധ്യമ പ്രവർത്തകയെ ബോഡി ഷെയ്മിങ് നടത്തുകയും അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത്. സ്ത്രീ സുരക്ഷയുടെ പേര് പറഞ്ഞ് അധികാരത്തിലെത്തിയ ആളുകളുടെ നാട്ടിൽ സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്നത് നമുക്കറിയാം. എനിക്ക് തോന്നുന്നത് ഇതേ ചാനലിൽ തന്നെ ഞാൻ ഒരു 2 ഡസൻ തവണയെങ്കിലും വന്ന് കേരളത്തിലെ സ്ത്രീ അരക്ഷിതത്വത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ അത്തരമൊരു സാഹചര്യം തുടരുന്നു, ഇനിയും തുടരും. ഈ സർക്കാർ അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം കേരളത്തിൽ സ്ത്രീ ജീവിതത്തിന്, സ്ത്രീയുടെ അഭിമാനത്തിന് പുല്ലിന്റെ വില പോലുമില്ല, കരിയിലയുടെ വില പോലുമില്ല എന്ന സങ്കടകരമായ വസ്തുത പല സ്ഥാനത്ത് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. വെറും വീട്ടമ്മമാരെന്ന് നിസ്സാരമാക്കി തള്ളിക്കളയാൻ അവർ നിസ്സാരരല്ല, പക്ഷേ പലപ്പോഴും അവരുടെ കാര്യത്തിൽ ഒറ്റപ്പെട്ട സംഭവമെന്ന് നിസ്സാരമാക്കുന്നുണ്ട്. ഇതങ്ങനെയല്ല. സമൂഹത്തിന്റെ നാവായി തീരുന്ന തിന്മകൾ ചൂണ്ടിക്കാണിക്കാൻ ബാധ്യസ്ഥരായ മാധ്യമ പ്രവർത്തകരെ പോലും ആക്രമിക്കുന്ന, അവരുടെ കൂട്ടത്തിലുള്ള വനിതകളെ പോലും അധിക്ഷേപിക്കുന്നുവെങ്കിൽ പാവം വീട്ടമ്മമാർക്ക്, സാധാരണക്കാരായ സ്ത്രീകൾക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് പിണറായിയുടെ കേരളത്തിൽ എന്ന ചോദ്യം ഒരിക്കൽ കൂടി പ്രസക്തമാകുന്നു. ഒരിക്കൽ കൂടി ആ ചോദ്യം നമ്മെ നോവിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ.